രാജ്യത്തുടനീളം ഇൻഡിഗോ വിമാന സർവീസുകൾ വ്യാപകമായി തടസ്സപ്പെട്ടതിനെ തുടർന്ന് നൂറുകണക്കിന് യാത്രക്കാരാണ് വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത്. യാത്രക്കാർ തങ്ങളുടെ നിസ്സഹായതയും രോഷവും എക്സ്പോസ്റ്റുകളിലായി പങ്കുവെക്കുകയാണ്. വിവരങ്ങളോ സഹായമോ ലഭിക്കാതെയാണ് പല വിമാനത്താവളങ്ങളിലും ആളുകൾ മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്നത്. ഇൻഫർമേഷൻ സെന്ററുകളിൽ നിന്നോ ബോർഡിംഗ് ഗേറ്റുകളിൽ നിന്നോ എയർലൈൻ ജീവനക്കാരുടെ ഭാഗത്തു നിന്നോ പിന്തുണയോ വ്യക്തമായ അറിയിപ്പുകളോ ലഭിച്ചില്ലെന്ന് നിരവധി യാത്രക്കാർ ആരോപിച്ചു. ഇതിനിടയിൽ എക്സ് ഉപയോക്താവായ ആയുഷ് കുച്ചിയ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ഈ വിഷയത്തിലെ പ്രതിഷേധത്തിന്റെ മുഖമായി മാറുകയാണ്. വിമാനത്താവളത്തിൽ മണിക്കൂറുകളോളം കാത്തുനിന്ന യാത്രക്കാർക്ക് വിവരമൊന്നും ലഭിക്കാതായപ്പോൾ ഒരാൾ വിങ്ങിപ്പൊട്ടി. തന്നെ ജോലിയിൽ നിന്നും പിരിച്ചുവിടരുതെന്ന് ദയവായി തന്റെ ബോസിനോട് ആരെങ്കിലും പറയണമെന്നായിരുന്നു ജോലി നഷ്ടപ്പെടുമോ എന്ന ഭയം കാരണം ആ യാത്രക്കാരൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. പല വിമാനങ്ങളും റദ്ദാക്കിയിട്ടും ഡിസ്പ്ലേ ബോർഡുകളിൽ കൃത്യസമയമെന്ന് കാണിച്ചത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. പൈലറ്റ് എത്തിയില്ല എന്ന കാരണം പറഞ്ഞാണ് ഒരു വിമാനം വൈകിയതെന്ന് ഒരു യാത്രക്കാരൻ ആരോപിച്ചു. ഇനി തങ്ങൾക്ക് അവരെ വിശ്വാസമില്ല എന്ന് ചില യാത്രക്കാർ തുറന്നടിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് ഇന്ന് 3 മണിവരെയുള്ള എല്ലാ ഇൻഡിഗോ വിമാന സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. മുംബൈയിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന 53 വിമാനങ്ങളും എത്തിച്ചേരേണ്ട 51 വിമാന സർവീസുകളും റദ്ദാക്കി. ഛത്തീസ്ഗഡ്, ഗോവ, പാട്ന, അഹമ്മദാബാദ് വിമാനത്താവളങ്ങളിലും പ്രതിസന്ധിയുണ്ട്. ചെന്നൈയിൽ നിന്ന് വൈകുന്നേരം 6 മണിവരെയുള്ള എല്ലാ ഇൻഡിഗോ വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. കേരളത്തിലെ വിമാനത്താവളങ്ങളിലും ഇൻഡിഗോ സർവീസുകൾ റദ്ദാക്കിയത് മൂലം വലിയ പ്രതിസന്ധിയാണ് യാത്രക്കാർ നേരിടുന്നത്. ഇന്ന് മാത്രം ഏകദേശം 600ഓളം വിമാനങ്ങൾ റദ്ദാക്കുകയോ വൈകുകയോ ചെയ്ത സാഹചര്യത്തിൽ വ്യോമയാന റെഗുലേറ്ററായ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഇൻഡിഗോ പ്രതിനിധികളെ അടിയന്തരമായി ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്.